ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മളിവിടെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് പ്രാവുകളെ കാണിക്കുക. അതുപോലെ തന്നെ ഈ വേനൽ സമയത്ത് ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മുടെ പ്രാവുകൾക്ക് നമ്മൾ അത്യാവശ്യം വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ചിട്ടും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുവരെയുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 700 പേര് മാത്രമേ മാക്സിമം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മളുടെ ബെല്ലൈക്കൺ കാണിക്കുന്ന പാട്ടിൽ അതിൻ്റെ മേളിലായിട്ട് 2 വരകൾ വരുന്നത് നമുക്ക് കാണാം. പുതിയതായിട്ട് വന്നിട്ടുള്ളവരിൽ എടുത്തു പറയേണ്ടത് ബൊക്കാറോ ട്രംപറ്ററാണ്. ഇത് ബൊക്കാറോ ട്രംപറ്ററിൻ്റെ ഫീമെയിൽ ബേർഡാണ് ഒരെണ്ണം നിൽക്കുന്നത്. മറ്റേത് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഹോമറിൻ്റെ കുട്ടിയാണ്. അത് വലുതായതാണ്. അതിപ്പോൾ 6 കള്ളിയായിട്ടുള്ളൂ. നമ്മളിത് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, 6 കള്ളിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് പെയർ ചെയ്യിക്കാവുന്നുള്ളത്. ഇത് നമ്മൾ പെയർ ചെയ്യിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതല്ല, ചുമ്മാ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 10 കള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം പെയർ ചെയ്യിക്കുക. പലരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്. 10 കള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം പെയർ ചെയ്യിക്കുക. ഇപ്പോൾ നമ്മൾ ബൊക്കാറോയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഒരെണ്ണം മാത്രമാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഫീമെയിൽ ബേർഡിനെയാണ് മേടിച്ചേക്കുന്നത്. മെയിലിനെ നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ മേടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ നല്ല റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മെയിലാണ്, നല്ല ക്വാളിറ്റിയുള്ള മെയിലാണ്. അപ്പോൾ ആ മെയിലിനെ മേടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചോദിച്ചിരിക്കുന്ന റേറ്റുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മേടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. സ്വഭാവം കൊണ്ട് നമുക്ക് ഫീമെയിലിനെ വളരെ പെട്ടെന്ന് ഏത് ബേർഡുമായിട്ടും പെയർ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അത് ഏത് ബേർഡിനോട് വേണമെങ്കിലും പെയർ ആകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബേർഡിനെ നല്ലൊരു മെയിലിനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവർ പെയർ ആയിക്കോളും. അതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഹെൽത്തി ആയതിനു ശേഷം മാത്രമേ നമ്മൾ പെയർ ചെയ്യിക്കുള്ളൂ. ഒന്നുകൂടെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാനുണ്ട് ഈ ബേർഡിനെ. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെ പിടിച്ച് കൂട്ടിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് ഇവരുടെ പെർഫോമൻസിൽ കാണും. ആദ്യം ഒന്ന് പകച്ചു നിൽക്കുന്ന പോലെയാണ് ഈ കൂട്ടിൽ നിൽക്കുന്നത്. എന്നാലും ചട്ടി കയറി ഇരിക്കുന്നതിനും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. നമ്മളിപ്പോൾ ക്യാമറ അകത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടൊക്കെയാണ് ഇവർ നിൽക്കുന്നത്. ഈ ഹോമർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേർഡാണ്. അതിൻ്റെ പാരൻറ്റ് ബേർഡിൽ മെയിലിനെ പോലെ തന്നെ നല്ല സൈസുള്ള അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബേർഡാണ്. മെയിലായിരിക്കുമെന്നാണ് നമുക്ക് ഇതുവരെയുള്ള ഇതിൽ തോന്നിയേക്കുന്നത്. അത്യാവശ്യം 6 കള്ളിയായിട്ടുള്ളൂ. കുറച്ചിനി അടുത്ത 4 കള്ളി പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആകും. നല്ല പെർഫോമൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ബേർഡിൽ നിന്ന്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പുതിയ മുദീനയെ കാണാം. എക്സ്ചേഞ്ചിലൂടെ നമ്മൾ എടുത്ത ബേർഡാണിത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുദിനയും പ്ലസ് കുറച്ച് കാശും കൂടെ കൊടുത്തിട്ടാണ് ഇതിനെ മേടിച്ചത്. ഇത് അർജന്റ് മുദിന. നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലാക്കും അതുപോലെ തന്നെ അർജന്റ് എന്ന് പറയാവുന്ന ചെറിയ രീതിയിൽ അർജന്റിന്റെ കളർ മാത്രം വന്നിട്ടുള്ള മുദിനയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ കൊടുത്തിട്ടാണ് ഇത് മേടിക്കുന്നത്. ഇതിനിപ്പോൾ ഷീൽഡ് പോലെ ചിറകളിൽ വന്നിട്ടുണ്ടാവും. അതാണ് ഇവരുടെ ഒരു എടുത്തു പറയത്തക്ക പ്രത്യേകത. താരതമ്യേന ചെറിയ വാലായിരിക്കും ഇതിനുണ്ടാകുക. ടെയിൽ വളരെ ചെറുതായിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള പ്രത്യേകത. ഇവരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സാധാരണ ഒരു യു ഷേപ്പ്, മുദിനയുടെ യു ഷേപ്പ് ഇതിനുണ്ടാകും. സെൻറ്ററിൽ നേരെ നിൽക്കുന്ന കാലുകളായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവരുടെ യു ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് നോർമലി നിൽക്കുന്ന സമയത്ത് ഇവർ നല്ല യു ഷേപ്പിൽ തന്നെ നിൽക്കും. നമ്മളെപ്പോഴും ആ ഒരു യു ഷേപ്പ് ഇവർ കിട്ടണമെന്നില്ല. സാധാരണ റിലാക്സ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വീഡിയോയിലും ചില സാഹചര്യങ്ങളിൽ കാണാൻ പറ്റും യു ഷേപ്പിൽ ഇവർ നിൽക്കും. ചൂടുള്ള സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ പ്രാവുകളെ നമുക്ക് തുറന്നു വിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും പറന്നു നടക്കാൻ പറ്റുന്ന രീതിയിൽ തുറന്നു വിടാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്നു വിടുക. ഇനി അഥവാ കേജ് സിസ്റ്റം പക്കയായിട്ട് കേജ് സിസ്റ്റം മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ
അതിനെപ്പോഴും വെള്ളം അവൈലബിൾ ആക്കി വെക്കുക. ശുദ്ധമായ വെള്ളം തന്നെ കൊടുക്കുക. അത് ടാങ്കിൽ നിന്നല്ല, നമ്മളിപ്പോൾ കിണറ്റിൽ നിന്ന് എടുത്തിട്ട് വെള്ളം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചെങ്കിലും തണുപ്പുള്ള രീതിയിലുള്ള വെള്ളം കിട്ടും. അപ്പോൾ ശുദ്ധമായ വെള്ളം കൃത്യമായ സമയത്ത് എപ്പോഴും അവൈലബിൾ ആകുന്ന രീതിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നേരത്തെ എത്രയാണോ കൊടുത്തിരുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് വെള്ളം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതുപോലെ എഗ്ഗ് ചെയ്തിരിക്കുന്ന പ്രാവുകളാണെങ്കിൽ ഇതുങ്ങളെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുക. കാരണം ഹ്യൂമിഡിറ്റിയും കൂടെ ആവശ്യമാണ്. നമ്മൾ എഗ്ഗ് വിരിയുന്നതിന് ഹീറ്റ് മാത്രം പോരാ, ഹ്യൂമിഡിറ്റിയും ആവശ്യമാണ്. അപ്പോൾ എഗ്ഗ് ഓപ്പണായിട്ട് വരാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എഗ്ഗ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അതിന് നല്ല രീതിയിൽ കുളിക്കാൻ വേണ്ടി പ്രാവുകൾ എന്നാൽ മാത്രമാണ് ആ ഹ്യൂമിഡിറ്റി എഗ്ഗിൽ കിട്ടുകയുള്ളൂ, ഷെല്ല് ഓപ്പൺ ചെയ്ത് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ അഥവാ നമ്മളിങ്ങനെ എഗ്ഗ് ചെയ്തിരിക്കുന്ന പ്രാവുകളാണെങ്കിൽ അതിൻ്റെ ചുണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അത് കുറച്ച് പുറത്തേക്ക് വന്നിട്ട് നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ആണെങ്കിലും എപ്പോഴും മേളിലേക്കാക്കി ചുണ്ട് വരുന്ന രീതിയിൽ വെക്കുക. കുറച്ച് വെള്ളം എപ്പോഴും നനച്ച് കൊടുക്കുക. പ്രധാനമായിട്ടും പ്രാവിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂവിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് പ്രധാനമായിട്ടും കാണിക്കാനുള്ളത് നമ്മുടെ ലാഹോറിനെയാണ്. ലാഹോറിയുടെ ഒരു ഫീമെയിൽ ബേഡിനെയാണ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നോക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിങ് നമുക്ക് ഇതിന്മേൽ കിട്ടുന്നുണ്ട്. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കിങ് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മളുടെ കയ്യിലിരിക്കുന്ന കഴിഞ്ഞ തവണ നമ്മൾ സെയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന ലാഹോറിയുടെ മെയിൽ ബേഡിനെ എടുത്ത് ഇതുമായിട്ട് പെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. തൽക്കാലത്തേക്ക് ഇതിനെ ഇങ്ങനെ എടുക്കുക, വേറെ ഏതെങ്കിലും ബേഡുമായിട്ട് പെയർ ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ലാഹോർ മെച്ചൂർഡാകുന്ന സമയത്ത് 10 കള്ളി ആകുന്ന സമയത്ത് അതിനെയും അതിൻ്റെ മെയിലിനെയും ഈ ബേഡിനെയുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മാർക്കിംഗ് ഉള്ള ബേഡിനെ നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി എടുത്തതാണ് ഇതിനെ. നമ്മളുടെ കയ്യിലുള്ള ലാഹോറി അത് ഏകദേശം 6 കള്ളി ആയതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇനി മെച്ചൂർ ആകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫീമെയിൽ തന്നെയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഏതുമായിട്ടും പെയർ ചെയ്യിക്കാവുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ ബൊക്കാറോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏതുമായിട്ടും വളരെ പെട്ടെന്ന് പെയർ ചെയ്യിക്കാൻ പറ്റുന്നൊരു ബേഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ച് പെയർ ചെയ്യിക്കുന്ന സമയത്തും വലിയ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പെയർ പിരിക്കാൻ പറ്റും. ഇതങ്ങനെ പെയർ ആയി എന്ന് പറയാൻ പറ്റും, പെയർ ആകാനുള്ള ചാൻസിൽ നിൽക്കുന്നതാണ്. പുതിയതായിട്ട് വരുന്ന പ്രാവുകൾക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പേടി എല്ലാ ബേഡ്സിനും നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അതിനെ വലിയതായിട്ടുള്ള രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കൊടുക്കും. ആ ഡിസ്റ്റൻസ് ഇടുന്ന സമയത്ത് ഇവർ നന്നായി പെർഫോം ചെയ്യുന്നത് കാണാം. നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും. കുറച്ചൊന്ന് അകന്ന് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്ന കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. കാരണം പല ആളുകളും അത് ചെയ്തിട്ടില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈഡായി കിടക്കുന്ന പോലെ ഒന്ന് ഫെയ്ഡായിട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മളത് എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ബെല്ലിൻ്റെ മേളിലായിട്ട് 2 വരകൾ വന്നാൽ മാത്രമാണ് ബെല്ലൈക്കൺ എനേബിൾ ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഒക്കേഷണൽ എന്നുള്ള രീതിയിലായിരിക്കും കിടക്കുന്നത്. അതുപോലെ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. ഫസ്റ്റ് കമൻ്റായിട്ട് പിങ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിൽ നോക്കുക, നമ്മൾ റീസെൻ്റ് ഇട്ടാക്കുന്ന ഒട്ടുമിക്ക പോസ്റ്റുകളും സെയിലായിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കുന്നതിനുമൊക്കെ ഗുണകരമായിരിക്കും. ഈ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ മൊബൈലിൽ തന്നെയാണ്. വേറെ ക്യാമറകളോ വമ്പൻ ക്യാമറ യൂസ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പ്രത്യേകിച്ചുള്ള ക്യാമറകളൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മൊബൈൽ ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്തേക്കുന്ന വീഡിയോസാണ്. പുതിയതായിട്ട് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിച്ചിട്ട് ഏത് ക്യാമറയാണ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാം മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം മൊബൈലിൽ തന്നെയാണ്. അഡീഷണൽ ക്യാമറ ഒന്നും ഉപയോഗിക്കുന്നില്ല. യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കൈൻമാസ്റ്ററിൻ്റെ ആണ്. വേറെ അഡീഷണലായിട്ട് ഒരു കാര്യങ്ങളും ഒരു 99% കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്. അടുത്തായിട്ട് കുറച്ചധികം കാലങ്ങളായിട്ട് നമ്മുടെ അടുക്കെ ഉള്ള 2 ബേഡ്സിനെ കാണാം. ഈ ചോക്ലേറ്റും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ബേഡ് നമ്മുടെ ലാഹോറിയുടെ ക്രോസിൻ്റെ കുട്ടിയാണ്. ഇവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് ഏകദേശം വലുതായിട്ടുണ്ട്. 8 കള്ളിയുടെ അടുത്തായിട്ടുണ്ട് ഈ ബേഡ്.
അതുപോലെ തന്നെ ആ വൈറ്റ് ബേർഡിനെ നമ്മൾ മേടിച്ചതായിരുന്നു. ഇപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഏകദേശം പെയറായിട്ടുണ്ട്. ഇവരെ പ്രത്യേകിച്ച് കാണിക്കാനുള്ള കാരണം ഇവർ നന്നായി പെർഫോം ചെയ്യുന്ന ബേർഡ്സാണ്. രണ്ടുപേരും നന്നായി കുറുകുകയും പുറകെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ബേർഡ്സാണ്. പക്ഷേ ഇവരുടെ കൃത്യമായിട്ടുള്ള ജെൻഡർ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നന്നായിട്ട് കുറുകി നടക്കാറുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് രണ്ടുപേരും ഒരുമിച്ച് കൂട്ടിൽ കയറി ഇരിക്കാറുണ്ട്. ഇത് കൃത്യമായിട്ട് ഇത് ഫീമെയിൽ ഇത് മെയില് എന്ന് പറയാൻ പറ്റിയിട്ടില്ല. നമ്മളുടെ ആദ്യത്തെ ഒരു കാൽക്കുലേഷൻസ് വെച്ചിട്ട് ഇതിൽ ഫീമെയിൽ ആണെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും മെയിലാകാനുള്ള ചാൻസ് ഉണ്ട്. മെയിലും ഫീമെയിലും ആകുമെന്നുണ്ടെങ്കിൽ റെഡും അതുപോലെ വൈറ്റും മിക്സ് ആയിട്ടുള്ള ബേർഡായിരിക്കും ഫീമെയിൽ ആയിരിക്കാനുള്ള ചാൻസ് എന്നാണ് കരുതുന്നത്. ഏതായാലും നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ ജെൻഡർ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നോട് പല ആളുകളും ഇതിലേതാണ് ഫീമെയിൽ ഇതിലേതാണ് മെയിൽ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയുമായിട്ടും നമ്മളെ കണ്ണുമുമ്പിൽ കാണുന്നതായിട്ട് പോലും എനിക്ക് ആ ജെൻഡർ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മാക്സിമം ടൈം എടുത്ത് മാത്രം ഇതിൻ്റെ ജെൻഡർ ഫിക്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മിക്കവാറും സാഹചര്യത്തിൽ ഞാൻ എന്ത് പറയുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ ജെൻഡർ ഫിക്സ് ചെയ്യാൻ ഞാൻ അത്ര എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോമറും ബ്യൂട്ടി ഹോമറുമാണ്. അപ്പോൾ രണ്ടും കുട്ടികളാണ്. 6 കള്ളിയോളമേ ആയിട്ടുള്ളൂ. റൈറ്റ് സൈഡിൽ നിൽക്കുന്നതാണ് ബ്യൂട്ടി ഹോമർ, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് ഹോമറുമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ചുണ്ടിൻ്റെ വ്യത്യാസം, കണ്ണിൻ്റെ വ്യത്യാസവും ഷേപ്പിൻ്റെ വ്യത്യാസവും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹോമറിൻ്റെ കാര്യത്തിലേക്ക് വന്ന അതിൻ്റെ പാരൻസ് അറ്റ് എ ടൈം 3 കുട്ടികളെ നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വ്യത്യാസം, ഒരു ഹെൽത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂസൊക്കെ അതിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ അത് പിക്കപ്പായി വന്നോളും എന്ന് പ്രതീക്ഷിക്കാം. ബ്യൂട്ടി ഹോമറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഫീമെയിൽ ബേർഡ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് തോന്നുന്നതാകാം. ഫീമെയിൽ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടിട്ട്. എന്നാലും അത് കൺഫേം ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ബൊക്കാറോ മിക്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ്റെയും ഉണ്ടായ കുട്ടിയാണ് ഈ മെയിൽ ബേർഡാണ് ഇരിക്കുന്നത്. അവർക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട്. 2 കുട്ടീനെ ഫുള്ളായിട്ട് അവർ കുട്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അവസ്ഥ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാത്തവർ എനേബിൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക.